ഹലോ എൻ്റെ മക്കളെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ലെങ്കിൽ മക്കളെ വിളി എനിക്ക് ഇച്ചിരി കൂടുന്നുണ്ട്. ഞാൻ എന്നാന്ന് അറിഞ്ഞൂടെ ആൾക്കാർ കല്ലുവറൊക്കെ എറിയുന്നത്. ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. എനിക്ക് ഫേസ്ബുക്കിൽ 10K ആയി. അതേ കണക്ക് എൻ്റെ സന്തോഷ വാർത്ത കണ്ടോ, ഈ ഉണക്കം പിടിച്ച് എൻ്റെ ചെടിയിൽ പൂ പിടിച്ചിരിക്കുന്നുണ്ട്. റോസപ്പൂ ഇത്തിരി വെള്ളമൊക്കെ കോരി, പക്ഷേ അതിനൊന്നും കണ്ടേ ഇവരാരും വിടൂല. ഇലയെ കണ്ട ഇത് കണ്ടോ, ഒരു ദിവസം നമ്മളൊന്ന് നോക്കാതിരുന്നാൽ മതി, ഇപ്പോഴേ റാഞ്ചി കൊണ്ട് കൊണ്ടുപോകും ഉള്ള പാറ്റയും പുഴുവും എല്ലാവരും. പിന്നെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാനത് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ വീഡിയോ കണ്ട ആൾക്കാരെല്ലാം വീഡിയോ ഇടുന്നില്ലേ. ഇന്നലെ ആ ചേട്ടൻ മരിച്ചതിൻ്റെ വീഡിയോ ഇല്ലേ 2 ദിവസം കൊണ്ട് മൊബൈലിൽ കിടന്ന് കറങ്ങുന്നത്. എന്തുവാ സത്യം പറഞ്ഞാൽ എന്തുമാത്രം ചീത്തയൊക്കെ ആൾക്കാർ വിളിക്കുന്നത്. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. അതല്ല, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ട് വേറെ തെറ്റായിട്ട് ഒന്നും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടതിൽ അത്യാവശ്യമുള്ള ആൾക്കാരൊക്കെ കണ്ട്, അതായത് 10-100 പേര് കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവരാരും എനിക്ക് തന്നെ കിച്ച് പോന്നപ്പുറം കമൻറ്റ് പറയുകയോ ഒന്നുമില്ല. കമൻറ്റ് പറയുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, അത് പറഞ്ഞോട്ട്. പക്ഷേ നമ്മളടുത്ത് സഹകരിച്ചിരിക്കുന്ന ആൾക്കാർ പറയുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്തുവാ? ഇന്നലെ എൻ്റെ അണ്ണനെ കണ്ട് സംസാരിച്ച ആൾക്കാർ, അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങും പോകുന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ട്, എൻ്റെ മോനെ എപ്പോഴും കാണുന്നത്, ആ പിള്ളേർ 2 മാമാന്ന് വിളിച്ചെല്ലാം വിളിക്കത്തുമില്ല. എല്ലാവരും അങ്ങനെ തന്നെ, അതാണൊക്കെ നല്ല സഹകരണമൊക്കെ. പക്ഷേ അങ്ങനെ പറഞ്ഞതിലെടുത്തല്ലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. എന്നാലും എന്തെങ്കിലും പറയാനുണ്ടായെടുത്തല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ അറിയുക, എന്നെ വിളിച്ചാൽ. അല്ലെങ്കിൽ സുശീലന എൻ്റെ പേര്. ഇനി അറിയാത്ത ആൾക്കാർ പ്രത്യേകം ഞാൻ പറയാം, എൻ്റെ പേര് സുശീല, പിന്നെ എൻ്റെ നമ്പർ 96 45 54 98 10. അതിനകത്ത് വിളിച്ചാൽ കിട്ടും. എന്ന് വെച്ചാൽ മൊബൈൽ ഞാൻ ചില ബെല്ല് പറഞ്ഞിരിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അത് കിട്ടാത്തത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക, പിന്നെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിലും വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക, അങ്ങനെ ഒരു ഇത്. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമല്ലാത്തവർ എൻ്റെ വീഡിയോ കാണണ്ട. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങളിത് കണ്ടിട്ട് എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരണേ, ഫോളോ തരണേ. എനിക്ക് സത്യം പറയാം, എനിക്ക് ഒത്തിരി അമ്മമാരും ചേച്ചിമാരും എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് പിന്നെ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത്, എന്നെ ആരെങ്കിലും കമൻറ്റ് പറയുകയോ ഇടുകയോ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചവരെ ഒന്നും പറയത്തില്ല. എനിക്ക് അവരുടെ തിരിച്ച് ഒരമ്മയ്ക്കോ അച്ഛനോ പെങ്ങൾക്കോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ ആരും തിരിച്ചു പറയാം. എന്തിനാ പറയുന്നത്? ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഉള്ളൂ അത് കുറ്റമാവുന്നതായാലും. എനിക്കങ്ങനെ തോന്നത്തില്ല പറയാൻ. നമ്മൾ എന്നും കാണുന്ന ആൾക്കാരില്ലേ, ഒന്നത് അതിലൊക്കെ ഉള്ളവരും എപ്പോഴും കാണുന്നവർ. അല്ലാതെ എന്താ ഞാൻ പറയുന്നത്? പിന്നെ അവർക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി അവർ പറഞ്ഞ്. പിന്നെ അവർ പറഞ്ഞ് ഇവളെന്തൊരു തേങ്ങയാ പറയുന്നതെന്നുള്ളത്. അത് കുഴപ്പമില്ല, അത് അങ്ങനെ പറയുന്നതിന് നമുക്ക് ആർക്കാണെങ്കിലും പറയാം. പക്ഷേ എനിക്ക് എന്ത് തേങ്ങ കണ്ടാലും എനിക്കറിയാം, കിഴങ്ങ് കണ്ടാലും അറിയാം, ചക്ക കണ്ടാലും അറിയാം, മാങ്ങ കണ്ടാലും അറിയാം, ഒരു ഉള്ളി കണ്ടാലും അറിയാം, ഒരു മുടി കണ്ടാലും എനിക്കറിയാം ഇന്നതാണെന്നുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ബോധമില്ലാതെ ഇരിക്കുമല്ല, എനിക്ക് നല്ല ബോധത്തോടെ സംസാരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും സംസാരങ്ങൾ അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് അവർ പറയണമായിരുന്നു. സുശീല സംസാരിക്കുന്നത് അത് ശരിയാവുന്നില്ല, നമുക്കത് കേൾക്കാൻ പറ്റുന്നില്ല, അത് മനസ്സിലാവുന്നവരുടെ വീഡിയോ കാണും. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഇഷ്ടമുള്ളവർ കാണും, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. ഇത്രയൊക്കെ ഉള്ളൂ. ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം.